ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നോമ്പ് ക്രിസ്ത്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവതരനായ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷകളെയും പീഡാനുഭവത്തെയും ക്രൂശുമരണത്തെയും ഖബറടക്കത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ധ്യാനിച്ച് ആ ധ്യാനാനുഭവത്തിലൂടെ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആത്മീയ അനുഭവമാണ് നോമ്പ്. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുന്നതിനും യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഒന്നും കൂടി ബലപ്പെടുത്തുവാനുമുള്ള നാളുകളത്രേ ഈ നോമ്പുകാലം. ഈ നോമ്പുകാലം നമുക്ക് പ്രാർത്ഥനയോടെയും ശിക്ഷണത്തിൻ്റെയും വിശ്വാസ പരിശീലനത്തിൻ്റെയും നാളുകളായി തീരണം. ഈ നോമ്പ് പ്രാർത്ഥനയിൽ നിങ്ങളുടെ മധ്യേ തിരുവചനവുമായി നിൽപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തോട് നന്ദി കരയറ്റുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തെയും പീഡാനുഭവത്തെയും ക്രൂശമരണത്തെയും സ്മരിക്കുന്ന നാളാണല്ലോ വലിയ നോമ്പ് ആചരണം. ഈ കാലയളവിൽ നമ്മുടെ ജീവിതപാതയിൽ പിന്നിട്ട നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞുനോട്ടത്തിനുള്ള അവസരമാണ് ഈ നോമ്പുകാലം. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ദൈവത്തെ ധ്യാനിക്കുകയും മനുഷ്യരോട് ക്ഷമിക്കുകയും ഒരു പുനർജന്മത്തിൻ്റെ സമയമാണ്. നാം പാപികളാണ് എന്ന് സമ്മതിക്കാൻ പ്രയാസമാണ്. എന്നാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവം സ്വർഗത്തിൽ നിന്നും നോക്കുന്നു, എല്ലാവരും പാപം ചെയ്തു കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ആയതിനാൽ ഇതിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. നമ്മളോട് ആരെങ്കിലും നിങ്ങൾ നന്നായിട്ടാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ മറുപടി ഇപ്രകാരമായിരിക്കും: ഐ ആം ഓക്കെ, ഐ ആം വെരി ക്ലിയർ, ഐ ആം ഫൈൻ. പൊതുവായ മറുപടി. ആന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ എക്സ്റേയിൽ കേടുപാടുകൾ തെളിയുന്നത് പോലെ സകലതും നഗ്നവും മലർന്നതും ആയിരിക്കും. മറ്റുള്ളവർ പാപികളാണെന്നും നാം പാപമില്ലാത്തവരാണെന്നും സ്വയമായി ന്യായീകരിക്കും. എന്നാൽ ഇത് വലിയ പാപമാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതിക്കൊള്ളുക. ഈ 40 നാളുകളിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണല്ലോ ധ്യാനിക്കുന്നത്. ഉദാഹരണത്തിന് 1. ക്രിസ്തു കരുണയുടെ സങ്കേതം. 2. മുന്തിരിവള്ളിയും കൊമ്പുകളും. 3. രക്ഷയുടെ കൂടാരം. 4. പാപത്തെപ്പറ്റിയുള്ള ശുദ്ധീകരണം. ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ സ്വദ്വയം, ഐഡൻറ്റിറ്റി ഓഫ് ക്രൈസ്റ്റ്. ഇതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളാണ് ധ്യാനിക്കേണ്ടത്. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറയോനോ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തത്താലല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇത്രയും ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൽ യേശു ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്നുള്ള ചോദ്യം. ഉത്തരം കൂടെ നടന്ന് കണ്ട് അനുഭവിച്ചവർ പറയുന്നത് വ്യത്യസ്ത ഉത്തരങ്ങൾ. ചിലർ യോഹന്നാൻ സ്നാപകൻ, മറ്റു ചിലർ ഏലിയാവെന്ന്, വേറെ ചിലർ യിരെമ്യാവ് പ്രവാചകൻ. ഇതിൽ ചോദ്യം 1, ഉത്തരം വ്യത്യസ്തമായി ഉള്ളത്. ഇത് ജനത്തിൻ്റെ ഉത്തരം. ഇത് കേട്ട യേശു ശിഷ്യന്മാരോട് വീണ്ടും ഒരു ചോദ്യം. ആ ചോദ്യം 16-15. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു? ആ സമയത്ത് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യഥാർത്ഥ ഉത്തരം.
ഇവിടെ ഈ പത്രോസിനേക്കാൾ മിടുക്കന്മാരായ മറ്റു ശിഷ്യർ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ പത്രോസിൽ കൂടി ആയി. ഉത്തരങ്ങൾ പലതാണെങ്കിലും ശരിയായുള്ള ഉത്തരത്തിന് ദൈവം പത്രോസിനെ തിരഞ്ഞെടുത്തതായി കാണുന്നു. ഈ പത്രോസ് എടുത്തുചാട്ടക്കാരൻ, സംശയാലു എന്നിങ്ങനെ 14-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഒരു കഥ എൻ്റെ ഓർമ്മയിൽ വരുന്നു. കുരുടന്മാരായ 4-5 ആളുകൾ ആനയെ കാണാൻ പോയ കഥ. നിങ്ങൾ വിചാരിക്കും, കുരുടന്മാർ എങ്ങനെയാണ് ആനയെ കാണുന്നത് എന്ന്. അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. കാണാൻ പറ്റത്തില്ലാത്തവർ സ്പർശനത്തിൽ കൂടിയും ശ്രവണമാർഗത്തിലും മനസ്സിലാക്കുന്നു. സംസാരശേഷിയില്ലാത്തവർ ആംഗ്യഭാഷയിൽ വാർത്തകൾ വരെ വായിക്കുന്നതായി നാം കാണുന്നു. 5 കുരുടന്മാർ ആനയെ കണ്ടവിധം ആനയുടെ ശരീരം തൊട്ടു മനസ്സിലാക്കി. ഒന്നാമത്തവൻ കാലിൽ തൊട്ടും, രണ്ടാമൻ വാലിൽ തൊട്ടും, മൂന്നാമൻ വയറിൽ തൊട്ടും, നാലാമൻ ചെവിയിൽ തൊട്ടും, അഞ്ചാമൻ തുമ്പിക്കൈയിൽ തൊട്ടും ആയതിനു ശേഷം ആനയെ പരിചയപ്പെടുത്തിയ ആൾ ഇവരോട് ആന എങ്ങനെയുള്ള മൃഗമാണ് എന്ന് ചോദിക്കുന്നു. അതിന് കാലിൽ തൊട്ടവൻ മറുപടി പറഞ്ഞു, ആന ഒരു തൂണ് പോലെയാണ്. വാലിൽ തൊട്ടവൻ്റെ മറുപടി ഒരു വള്ളി പോലെയാണ്. വയറിൽ തൊട്ടവൻ്റെ മറുപടി ഒരു ഉരുണ്ട പാറ പോലെ. ചെവിയിൽ തൊട്ടവൻ്റെ മറുപടി ആന ഒരു മുറം പോലെ. തുമ്പിക്കൈയിൽ തൊട്ടവൻ്റെ മറുപടി ഒരു വലിയ പൈപ്പ് പോലെയാണ്. പ്രിയരെ, ഇവർ കാണാൻ പോയത് ഒരേ ആനയെ തന്നെയാണ്. എന്നാൽ മനസ്സിലാക്കിയത് വ്യത്യസ്ത രീതിയിലാണ്. നാം എല്ലാ ആഴ്ചകളിലും ഈ ദൈവത്തെ കാണാൻ പോകും. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പ്രതിരൂപം എന്താ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം വലിയ വ്യത്യാസം ഒന്നും കാണുകയില്ല. ചുരുക്കട്ടെ, ഈ നോമ്പുകാലം പുനർചിഹ്നത്തിൻ്റെയും ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും മറക്കലിൻ്റെയും ഒക്കെ കാലമാകണം. അഗതികളെ സഹായിക്കുന്നവരായി നമ്മളെക്കാൾ ക്ഷീണ അവസ്ഥയിൽ ആയവരെ ആദരിക്കുവാൻ, അഗതികളെ ചേർത്ത് നിർത്തുവാൻ ഈ കാലയളവിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചെറിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.